വെൽക്കം ഓൾ. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് വെയർസിനെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് വെയർസ് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഇപ്പോൾ ഒരുപാടെണ്ണം നമ്മൾ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് വെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ അതിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് വന്ന കാരണം നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലബോറട്ടറികളിൽ. ഈവൻ നമ്മൾ ടെസ്റ്റ് ട്യൂബുകൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്പുകള്, അതുപോലെ ഡ്രോപ്പറുകള്, ഇങ്ങനെ ഒരുപാടെണ്ണം പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നു. പണ്ട് ഇതെല്ലാം ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാച്ച് പിപ്പറ്റ് എല്ലാം യൂസ് ചെയ്തൊരു സമയത്ത് ഇപ്പൊ നമുക്ക് ഡിസ്പോസിബിൾ പിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പറുകൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് മെറ്റീരിയലുള്ള ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ്മെന്റ് ഇൻ ദ പോളിമറിക് മെറ്റീരിയൽ റിസർച്ച് ലെഡ് ടു ഡ്യൂറബിൾ, ലൈറ്റ് വെയ്റ്റ്, കോസ്റ്റ് ഇഫക്റ്റീവ് പ്ലാസ്റ്റിക് വെയർ. അപ്പൊ ഇതിന് ലൈഫ് കൂടുതലാണ്, ഗ്ലാസിനേക്കാളും ലൈഫ് കൂടുതലാണ്, പൊട്ടില്ല, അതുകൊണ്ട് തന്നെ ലൈഫ് കൂടുതലാണ്, വെയിറ്റ് കുറവാണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, നല്ല വില കുറവിൽ നമുക്ക് കിട്ടും. ഈവൻ പണ്ട് നമ്മൾ ESR ചെയ്ത് വെസ്റ്റഗ്രൻസ് മെത്തേഡിലേക്ക് ESR ചെയ്യുന്ന വെസ്റ്റഗ്രൻസ് ട്യൂബ് പിപ്പറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ ട്യൂബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിസ്പോസിബിൾ കൾച്ചറിലേക്ക് നമുക്കൊപ്പം വരാം, ഒപ്പം തന്നെ എക്കണോമിക്കും. കാരണം ഒരു ESRന്റെ ഗ്ലാസ് ട്യൂബിന് മിനിമം 55-60 രൂപ വരുമ്പോൾ ഒരു ESRന്റെ ചെയ്യുന്ന പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബിന് നമുക്ക് വരുന്നത് 2-3 രൂപയാണ്. അപ്പോൾ സിംഗിൾ യൂസിൽ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ പ്ലാസ്റ്റിക്കും ഗ്ലാസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നോൺ ബ്രേക്കബിൾ, ഫ്ലെക്സിബിൾ ആൻഡ് ചീപ്പർ ആയിരിക്കും. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മോർ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, കെമിക്കലി സ്റ്റേബിൾ ആണ്. കെമിക്കൽസ് ഒക്കെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ആസിഡ് എല്ലാം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് എടുക്കാം. പക്ഷെ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ഉരുകാൻ സാധ്യതയില്ലെങ്കിൽ, ഉരുകിയില്ലെങ്കിൽ പോലും ആ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു സർഫസിലുള്ള ആ ഒരു അപ്പിയറൻസിൽ ചേഞ്ചസ് വരാം. ചെറുതായിട്ട് ആ പ്ലാസ്റ്റിക് ഈ ആസിഡിലോ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ആണെങ്കിൽ അതിനെല്ലാം മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കണ്ടാമിനേഷൻ പോസിബിലിറ്റി ഉണ്ട്. അതെല്ലാം ഗ്ലാസ്സിൽ ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് വെയർസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിയെത്തിലിനാണ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ ബോട്ടിൽസ് ആൻഡ് സാമ്പിൾ കണ്ടെയ്നർ. ഇപ്പൊ എല്ലാം നമ്മൾ പ്ലാസ്റ്റിക് ആണ്. ട്യൂബ്, ബ്ലഡ് കളക്ഷൻ ട്യൂബ്, പണ്ട് നമ്മൾ ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ ആന്റികോയാഗുലന്റ് ബോട്ടിൽസ് യൂസ് ചെയ്യുന്നു. അതെല്ലാം പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇതിന്റെ വാരിയൻസ് എന്ന് പറഞ്ഞാൽ പോളി എത്തിലിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളി എത്തിലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ ഭയങ്കര റിജിഡ് ആയിരിക്കും. വിത്ത്സ്റ്റാൻഡ് ആസിഡ് ആൻഡ് ആൽക്കലി, നോട്ട് ഓട്ടോക്ലേവബിൾ. ടെമ്പറേച്ചർ ഹീറ്റ് റെസിസ്റ്റന്റ് അല്ല, പക്ഷെ ആസിഡ് ആൽക്കലി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇതിന് കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. പിന്നെ ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ ഉണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, യൂസ്ഡ് ഫോർ വാഷ് ബോട്ടിൽ ആൻഡ് ക്യാപ്സ്. നമ്മൾ ഇതിന്റെ എല്ലാം ഒരുപാട് കണ്ടെയ്നേഴ്സിന്റെ ക്യാപ്പ് ഉണ്ടാക്കാൻ, വാഷ് ബോട്ടിലാകുമ്പോൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ നമ്മള് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിന് പ്രിപ്പയർ ചെയ്ത കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പ്ലാസ്റ്റിക് ബീക്കർ, അത് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബുകൾ, അങ്ങനത്തെ ഒന്നും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. പക്ഷെ ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മള് സ്ക്യൂസ് ബോട്ടിൽ, വാഷ് ബോട്ടിലെല്ലാം അതെല്ലാം നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാട്ടർ റിലീസ് ചെയ്ത് വരും. അതുപോലെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെമറ്റോളജി ലാബിനകത്തുള്ള റിയേജന്റിന്റെ ഹെമറ്റോളജി മെഷീനകത്ത് വരുന്ന ഡയലോന്റെ, റിൻസൽ, ഐസിന്റെ എല്ലാം കണ്ടെയ്നേഴ്സ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ലോ ഡെൻസിറ്റി പോളിയെത്തിലിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പോളിയെത്തിലിന് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിനുണ്ട്, ലോ ഡെൻസിറ്റി പോളിയെത്തിലിനുണ്ട്. പിന്നെ അടുത്താണ്, അപ്പൊ ഈ പോളി എത്തിലിനാണ് ഇത്രയും പറഞ്ഞത്. ഇനി പോളി മീഥൈൽ പെന്റേൻ. പോളി മീഥൈൽ പെന്റേൻ വരുന്നതാണ് PMP അല്ലെങ്കിൽ TPX എന്നൊക്കെ പറയുന്നത്. റിജിഡ് ആയിരിക്കും, ഓട്ടോക്ലേവബിൾ. ഈ പ്ലാസ്റ്റിക് ഓട്ടോക്ലേവബിൾ ആയിരിക്കും, ഹീറ്റ് റെസിസ്റ്റന്റ് അപ് ടു 120 ഡിഗ്രി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം. ഹോട്ട് എയർ ഓവനകത്ത് വെക്കാൻ പറ്റില്ല, ഓട്ടോക്ലേവ് ചെയ്യാം. നമ്മൾ പല പെറ്റ് ഡിഷ് ഉണ്ട് ഈ പറയുന്ന ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ. നമ്മൾ പ്ലാസ്റ്റിക് പെറ്റ് ഡിഷസ് യൂസ് ചെയ്ത് അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടൈപ്പ്
ഇതാണ് പോളിമീഥൈൽ പെന്റൈൻ മെറ്റീരിയലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓട്ടോക്ലേവബിൾ ആയിട്ടുള്ള ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പെറ്റ് ഡിഷസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. യൂസിങ് വോളുമെട്രിക് ഫ്ലാസ്ക് ആൻഡ് ബീക്കേഴ്സ്. അതേപോലെ തന്നെ വോളുമെട്രിക് ഫ്ലാസ്കും ബീക്കേഴ്സ് എല്ലാം ബയോകെമിസ്ട്രിയിൽ വരുമ്പോൾ അത് വോളുമെട്രിക് ഫ്ലാസ്കും ബീക്കേഴ്സും. മെഷറിംഗ് സിലിണ്ടർ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം. ഈ പറയുന്ന മെറ്റീരിയൽ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു ബോഡി ഫ്ലൂയിഡ് വന്ന് അതിന്റെ വോളിയം മെഷർ ചെയ്തു അത് നമുക്ക് ഇനി ഓട്ടോക്ലേവ് ചെയ്തിട്ട് വേണം അടുത്തതിന് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ പോളിഎത്തിലീൻ ടെറാഫ്തലൈറ്റ് എന്ന് പറയുന്ന PET, പോളിഎത്തിലീൻ ടെറാഫ്തലൈറ്റ്. പോളിഎത്തിലിന്റെ കൂടെ ടെറാഫ്തലൈറ്റ് ആഡ് ചെയ്യുന്നതാണ്. യൂസ്ഡ് ഫോർ മീഡിയ ബോട്ടിൽസ്, ഡിസ്പെൻസിബിൾ പിപ്പറ്റ്സ്. ഇത് നോൺ ഓട്ടോക്ലേവബിൾ ആയിട്ടുള്ള, ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പുകളാണ് പോളിഎത്തിലീൻ ടെറാഫ്തലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ വരുന്ന കണ്ടെയ്നേഴ്സ്. അപ്പൊ പോളിഎത്തിലീൻ ഉണ്ട്, മീഥൈൽ പെന്റൈൻ ഉണ്ട്, പോളിഎത്തിലീൻ ടെറാഫ്തലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട് ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റാത്തത്. ദെൻ പോളിസ്റ്റൈറിൻ, PS എന്ന് പറയും, പോളിസ്റ്റൈറിൻ കണ്ടെയ്നർ. ഇത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഹീറ്റ് റെസിസ്റ്റന്റ് കുറവായിരിക്കും. പക്ഷെ ഇതിന് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. പോളിസ്റ്റൈറിൻ മെറ്റീരിയൽ യൂസ് ചെയ്ത് ട്രാൻസ്പെറന്റ്, എസ്പെഷ്യലി നമ്മുടെ ടെസ്റ്റ് ട്യൂബ്സ് എല്ലാം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉണക്കാൻ വെച്ചാൽ തന്നെ ഹോട്ട് ഓയിലിൽ ഉണക്കാൻ വെച്ചാൽ തന്നെ അതിന്റെ പല ഷേപ്പിൽ മാറാറുണ്ട്. കാരണം അത് ഹീറ്റ് റെസിസ്റ്റൻസ് കുറവായിരിക്കും, 70 ഡിഗ്രിയിലൊക്കെ താഴെ വേണം. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ് ഒക്കെ ഇപ്പോൾ ഇൻക്യുബേറ്ററിൽ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി ഉണക്കാൻ വെക്കുകയാണെങ്കിലും 70 ഡിഗ്രിയിൽ താഴെ വെക്കണം. പല രാജ്യങ്ങളും പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ് എല്ലാം വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ ആ ഒരു പോളിസി കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ഒരു പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബിന് 85-90 പൈസ, 1 രൂപയിൽ താഴെ വില വരുന്നുള്ളൂ. പക്ഷെ അത് റീയൂസ് ചെയ്യുന്ന ലബോറട്ടറികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം ഇൻക്യുബേറ്ററിൽ ഒന്നില് ഹോട്ട് എയർ ഓവനിൽ വെക്കും, ടെമ്പറേച്ചർ കുറച്ച്, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ ടെമ്പറേച്ചർ കൂട്ടി വെക്കും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ടെമ്പറേച്ചർ 65 താഴെ ഒക്കെ വെച്ചാൽ മതി. ഇതേപോലെ തന്നെ പോളിസ്റ്റൈറിന്റെ പെറ്റ് ഡിഷസ് ഉണ്ട്, സെൻട്രിഫ്യൂജ് ട്യൂബ്, യൂറിൻ സെൻട്രിഫ്യൂജ് ട്യൂബ്, കോണിക്കൽ ബോട്ടർ സെൻട്രിഫ്യൂജ് ട്യൂബ് എല്ലാം അത് ഈ ചൂട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷേപ്പ് എല്ലാം മാറും. അപ്പൊ അങ്ങനത്തെ ട്യൂബ് പോളിസ്റ്റൈറിൻ വെച്ചിട്ട് ചെയ്യുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടും ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോക്ലേവബിൾ ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പോലെ എന്താ പറയുക, പോളിമീഥൈൽ പെന്റൈൻ പോലെ ഓട്ടോക്ലേവബിൾ ആണ്. പോളിമീഥൈൽ പെന്റൈൻ PMP പോലെ തന്നെ ഓട്ടോക്ലേവബിൾ ആണ്. പോളികാർബണേറ്റ് സ്ട്രോങ് ആണ്, യൂസ്ഡ് ഫോർ സേഫ്റ്റി ഷീൽഡ് ആൻഡ് വാക്വം ഡെസിക്കേറ്റർ. ഡെസിക്കേറ്റ് ചെയ്യുക, നമ്മൾ അതിനകത്ത് ഡെസിക്കേറ്റർ ചില കാര്യങ്ങളൊക്കെ ഡെസിക്കേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട സമയത്ത്, ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് എല്ലാം ഡെസിക്കേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട സമയത്ത് അതിനകത്ത് വാക്വം റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടാൻ പാടില്ല. വാക്വം റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ വരും, അപ്പോൾ അത് പൊട്ടാൻ പാടില്ല. അല്ലെങ്കിൽ അത് കൺജസ്റ്റ് ഇതായി പോകാൻ പാടില്ല, ഉള്ളിലേക്ക് മടങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള മെറ്റീരിയലും പോളികാർബണേറ്റിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദെൻ പോളിപ്രൊപ്പിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോക്ലേവബിൾ ആണ്. പോളിസ്റ്റൈറിനും ഓട്ടോക്ലേവബിൾ അല്ല, പക്ഷെ പോളിപ്രൊപ്പിലിൻ ഈസ് ഓട്ടോക്ലേവബിൾ, കെമിക്കലി റെസിസ്റ്റന്റ്, യൂസ്ഡ് ഫോർ ട്രേസ്, ജാർസ് ആൻഡ് ലാബ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. ലാബ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും അതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പോളിപ്രൊപ്പിലിൻ, PP എന്ന് പറയുന്ന പോളിപ്രൊപ്പിലിൻ. PE എന്ന് പറഞ്ഞാൽ പോളിയെത്തിലിൻ, PE. PS എന്ന് പറഞ്ഞ പോളിസ്റ്റൈറിൻ ആൻഡ് പോളിപ്രൊപ്പിലിൻ ആണ് PP. പിന്നെ പോളിടെട്രാഫ്ലൂറോ എത്തിലിൻ എന്ന് പറയുന്നത് PTFE ഓർ ടെഫ്ലോൺ. ടെഫ്ലോൺ എന്ന് പറയുന്നത് അത് കെമിക്കലി അത് പോളിടെട്രാഫ്ലൂറോ എത്തിലിൻ ആണ്. അത് ഹൈലി ഇമ്യൂണറ്റ് ആണ്, അത് ഒരു റിയാക്ഷനും പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്ത് കെമിക്കൽ എടുത്താലും റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. നോൺ സ്റ്റിക്കി ആണ്. യൂസിങ് സ്റ്റിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റിറർ യൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റിറർ പ്രിപ്പയർ ചെയ്യാനും ഈ ടെഫ്ലോൺ ഇതുള്ള ഉപയോഗിക്കാം. സ്റ്റോപ്പ് കോക്സ്, വാൾവുകളും കണക്ടറുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസ് കടത്തി വിടുമ്പോൾ അത് ഈ കണക്ടർ അതായിട്ട് റിയാക്ട് ചെയ്യുക. ഗ്യാസ് ഒക്കെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹൈലി കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസുകൾ ഇതെല്ലാം
വിടുന്ന സമയത്ത് കണക്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പോളി ടെട്രാ ഫ്ലോറോ എത്തിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളത്. ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ സ്റ്റോപ്പ് കോക്ക് എന്തെങ്കിലും അടച്ചു വെക്കുമ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ ലാബിലൊക്കെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോക്ലോറൈറ്റിന്റെ നമ്മൾ ലാബിലുള്ള ഇതിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെമറ്റോളജി അനലൈസറിനെല്ലാം വാഷ് കൊടുക്കാൻ ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഹൈപ്പോക്ലോറൈറ്റിന്റെ കണ്ടെയ്നറിന്റെ ക്യാപ്പ് കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കിടക്കുന്നതാണ്. അത് പൊട്ടിപ്പോകുന്നതാണ്, കാരണം അതവിടെ റിയാക്ട് ചെയ്യാണ്. ഹൈപ്പോക്ലോറൈറ്റ് റിയാക്ട് ചെയ്ത് അതിന് ഡാമേജ് വരികയാണ് ആ പ്ലാസ്റ്റിക്കിന്. അപ്പൊ ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകളാണെങ്കിൽ അങ്ങനെ പൊട്ടി വരില്ല. അപ്പോൾ യൂസിങ് സ്റ്റിറേഴ്സ്, സ്റ്റോപ്പ് കോക്കുകൾ ഇതെന്തെങ്കിലും അടച്ചു വെക്കുന്ന കണ്ടെയ്നറുകൾ അടച്ചു വെക്കുമ്പോൾ അതിന്റെ സ്റ്റോപ്പ് കോക്കിനെല്ലാം നമുക്ക് ടെഫ്ലോൺ ഉള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ പോളി ടെട്രാ ഫ്ലോറോ എത്തിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ. അപ്പൊ ഇനി ഇതായിട്ട് കമ്പയർ ചെയ്യാണ് അഡ്വാൻറ്റേജ് ഓഫ് ഗ്ലാസ് വെയർസിന്റെ അഡ്വാൻറ്റേജ്. ഇതിന് ഹൈ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, കണ്ടന്റ് വിസിബിലിറ്റി, ഉള്ളിൽ എന്താണ്, എത്ര വോള്യൂം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ മെഷർ ചെയ്യാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. കെമിക്കലി ഇനേർട്ട് ആണ്, പ്രിവെന്റ് കണ്ടാമിനേഷൻ. ഗ്ലാസ് കെമിക്കലി ഇനേർട്ട് ആണ്. നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്ലാസ്സിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ ഒരു സ്റ്റെയിൻ അതിൽ പിടിച്ചാൽ പോലും തിരിച്ച് അങ്ങോട്ട് ഗ്ലാസ്സിൽ നിന്നും അങ്ങോട്ട് അതിലോട്ട് വരില്ല. അത് നന്നായി വാഷ് ചെയ്താൽ ആ ഗ്ലാസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻപെർമിബിൾ ടു ഗ്യാസസ്, പ്രൊട്ടക്ട് കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ട് ഒരു ഗ്യാസ് എക്സ്ചേഞ്ച്, ഗ്ലാസ് കവറിങ്ങിൽ ഗ്ലാസിന്റെ ഒരു സ്റ്റോപ്പ് കോക്കുള്ള സാധനങ്ങളാണെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല. ഇൻപെർമിബിൾ ടു ഗ്യാസസ്. റീയൂസബിൾ ആൻഡ് സ്റ്റെറിലൈസബിൾ, ലോങ് ടേം യൂസിലേക്ക് റീയൂസ് ചെയ്യാം, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ചെയ്യാം, ഓട്ടോക്ലേവ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഹോട്ട് എയർ ഓണിൽ വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം ഗ്ലാസ് വെയർസിന്റെ അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ്, ബ്രിറ്റിൽ ആണ്, ഫ്രജൈൽ ആണ്, റിസ്ക് ഓഫ് ബ്രേക്കേജ് ആൻഡ് കെമിക്കൽ സ്പിൽ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇത് പൊട്ടിപ്പോയാൽ അതിലെ കെമിക്കൽ മൊത്തം സ്പില്ല് വരും, അതൊരു റിസ്ക് ആണ്. ദെൻ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ അയോൺസ് ക്യാൻ കണ്ടാമിനേറ്റ് സെൻസിറ്റീവ് സൊല്യൂഷൻസ്. ഇതിലുള്ള എന്തെങ്കിലും അയോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടന്റിനെ അങ്ങോട്ട് കണ്ടാമിനേറ്റ് ചെയ്യും. ഇതിന് ഡാമേജ് ഒന്നും വരില്ല, അങ്ങോട്ട് കണ്ടാമിനേഷന് പോസിബിലിറ്റി ഉണ്ട്. നോട്ട് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. ഹൈഡ്രോഫ്ലോറിക് ആസിഡിന് റെസിസ്റ്റന്റ് അല്ല, ഹൈഡ്രോഫ്ലോറിക് ആസിഡിന് റെസിസ്റ്റന്റ് അല്ല ഗ്ലാസ് വെയർസ്. അതാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി പ്ലാസ്റ്റിക് വെയർസിന്റെ അഡ്വാൻറ്റേജ് ആണ് നോൺ ബ്രേക്കബിൾ, ഫ്ലെക്സിബിൾ, ലൈറ്റ് വെയിറ്റ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അതായത് ഇൻഎക്സ്പെൻസീവ് കമ്പയർ ടു ഗ്ലാസ്. ഫ്ലെക്സിബിൾ ആയിട്ടും പ്രിപ്പയർ ചെയ്യുക, അതായത് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലും വെച്ചിട്ടും ലോ ഡെൻസിറ്റി പോളിയെത്തിലും വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പാരിറ്റീവ്ലി ഗ്ലാസുമായിട്ട് ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. ഇത് പൊട്ടിപ്പോവില്ല, അങ്ങനെ പൊട്ടുന്നതല്ല. ഗ്ലാസ് വെയർ പൊട്ടുന്ന പോലെ എവിടെയെങ്കിലും തട്ടിയാലൊന്നും പൊട്ടില്ല, അല്ലെങ്കിൽ ആ തട്ടൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള തട്ടലാണെങ്കിൽ പ്ലാസ്റ്റിക് നമുക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. നോ ലീച്ചിങ് ഓൺ ഇൻഓർഗാനിക് സ്പീഷീസ്, ഐഡിയൽ ഫോർ ട്രേസ് മെറ്റൽ സ്റ്റഡീസ്. ട്രേസ് മെറ്റൽസ് ഒക്കെ എടുക്കുമ്പോൾ സ്റ്റഡീസിന് നമുക്ക് പ്ലാസ്റ്റിക് വെയർസ് ആണ് യൂസ്ഫുൾ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ഇല്ല. ഇറ്റ് ഹാസ് എ ലോ ഹീറ്റ് റെസിസ്റ്റൻസ്, ക്യാൻ മെൽറ്റ് ഓർ ഡീഫോം. ഷേപ്പ് മാറാം, ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് മാറാം, അല്ലെങ്കിൽ അത് ഉരുകി പോവാം. ഇതിന് ക്ലാരിറ്റി, ലോവർ ക്ലാരിറ്റി ദാൻ ഗ്ലാസ്, അഫക്ട് പ്രിസിഷൻ ഇൻ മെഷർമെന്റ്. അപ്പൊ കറക്റ്റ് മെഷർമെന്റിലൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിലെടുക്കാം. എന്നാലും ഇതിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടി കൂട്ടിയിട്ടുള്ള, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ടിപ്സിലെല്ലാം നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളത് കിട്ടാറുണ്ട്, ക്വാളിറ്റിയിൽ കുറച്ച് വില കൂടുതലുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ. നോട്ട് ആൾ പ്ലാസ്റ്റിക്സ് ആർ ഓട്ടോക്ലേവബിൾ. എല്ലാ പ്ലാസ്റ്റിക്കും ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പോളിപ്രോപ്പിലിൻ ചെയ്യാൻ പറ്റും, പക്ഷെ പോളിസ്റ്റൈറിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കും ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കണ്ടന്റിനനുസരിച്ചിട്ടാണ് ഓട്ടോക്ലേവ് പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പോ ഈ PEM അതേപോലെ പോളിപ്രോപ്പിലിൻ PPയും നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം, ബാക്കിയൊന്നും ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഗ്ലാസ് വെയർസും പ്ലാസ്റ്റിക് വെയർസും നമ്മുടെ ലബോറട്ടറിയിൽ വൈറ്റൽ റോൾ തന്നെയാണ്. ഈ വെച്ചിട്ടാണ് ഗ്ലാസും പ്ലാസ്റ്റിക് വെയർസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സെലക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻ, കെമിക്കൽ റെസിസ്റ്റ്, ഡ്യൂറബിലിറ്റി ആൻഡ് ഹീറ്റ് ടോളറൻസ്. ഒരു ഹീറ്റ് യൂസ് ചെയ്യുന്ന പർപ്പസിനാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഡിപ്പെൻഡ് ചെയ്താൽ പറ്റും, പ്ലാസ്റ്റിക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലോങ് ഡ്യൂറബിലിറ്റി വേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ ഹീറ്റും കെമിക്കൽ റെസിസ്റ്റൻസിന്റെ ഒന്നും ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം.
പിന്നെ അവിടെ എന്താണ് യൂസ് എന്നുള്ളതിനനുസരിച്ചാണ് പ്ലാസ്റ്റിക് വെയർ ആണോ ഗ്ലാസ് വെയർ ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോയ്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഇതിനെക്കുറിച്ചെല്ലാം പോളിപ്രോപ്പിലിനാണോ പോളിഎത്തിലിനാണോ പോളിസ്റ്റൈറിനാണോ അതേപോലെ ടെഫ്ലോൺ കോട്ടിങ്ങുകളാണോ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നതും, അതേപോലെ ഗ്ലാസ് വെയർസ് ആണെങ്കിൽ അത് സോഡ ലൈം ഗ്ലാസ് ആണോ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണോ ലെഡ് ഓക്സൈഡ് ഗ്ലാസ് ആണോ അലുമിനിയം ഓക്സൈഡ് ഗ്ലാസ് വെയർസ് ആണോ അങ്ങനെയെല്ലാം അറിയുന്നത്, അതിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയുന്നതും ലാബിലെ സേഫ് യൂസും സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസേജിന് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇത്രയാണ് പ്ലാസ്റ്റിക് വെയർസിനെ കുറിച്ച് വരുന്നത്. ഇനി ക്ലീനിങ് ഓഫ് ഗ്ലാസേഴ്സ്. ക്ലീനിങ് ഓഫ് ഗ്ലാസേഴ്സ് ചെറിയൊരു ടോപ്പിക്കാണ്. ന്യൂ ഗ്ലാസേഴ്സും ഓൾഡ് ഗ്ലാസേഴ്സും നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ന്യൂ ഗ്ലാസേഴ്സ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് മാനുഫാക്ചറിങ് റെസിഡ്യൂസ്, അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള റെസിഡ്യൂസ് ആയി വരാം. അത് അങ്ങനെ മാനുഫാക്ചർ ചെയ്ത് നമുക്ക് നേരിട്ട് എത്താൻ മതി ഒന്ന് വാഷ് ചെയ്തിട്ട്. സോ അതിനകത്ത് നമ്മൾ മേ ബി ഡസ്റ്റുകള് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ അതിനൊരു അപ്പിയറൻസ് കൊടുക്കാൻ അതിനൊരു കോട്ടിങ് കൊടുത്തു എന്ന് വരാം. അപ്പൊ ഇതെല്ലാം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മുടെ കെമിക്കൽ റിയാക്ഷനായിട്ട് റിയാക്ട് ചെയ്യും. നമ്മുടെ എന്തിനാണോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ന്യൂലി ഗ്ലാസ് വെയർസ് നമ്മൾ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുത്ത് വാഷ് ചെയ്യണം നന്നായിട്ട്. അപ്പൊ പ്രൊസീജിയർ ഫോർ ക്ലീനിങ് ന്യൂ ഗ്ലാസ് വെയർസ്. ആദ്യം റിൻസിങ് ടാപ്പ് വാട്ടർ ടു റിമൂവ് ഡസ്റ്റ് ഓർ ലൂസ് പാർട്ടിക്കിൾ. അതിനകത്ത് കിടക്കുന്നത് ചിലപ്പോൾ നമ്മളൊരു ബീക്കറോ ഫ്ലാസ്ക് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പൊടി കിടക്കുന്നുണ്ടാവും. അത് അതിന്റെ പാക്കിംഗ് സമയത്തൊക്കെ വന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ അതിനെ വാട്ടറിൽ വാഷ് ചെയ്യുന്നു. സോക്ക് ഇൻ മൈൽഡ് ഡിറ്റർജന്റ് സൊല്യൂഷൻ ടു റിമൂവ് ഓയിൽ ഓൺ ദ സർഫസ് കോട്ടിംഗ്. സർഫസ് കോട്ടിങ് ഏതായാലും ഒരു സർഫസ് കോട്ടിങ് കൊടുക്കുക അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സമയത്ത് അതിന്റെ എന്തെങ്കിലും ഓയിൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഡിറ്റർജന്റിൽ വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് ആവശ്യമാണെങ്കിൽ മാത്രം ജെന്റിലി സ്ക്രബ് വിത്ത് സോഫ്റ്റ് ബ്രഷ്. എന്തെങ്കിലും റെസിഡ്യൂസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന റെസിഡ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ബ്രഷ് വെച്ച് നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ റിൻസ് thoroughly വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ, ദെൻ റിൻസ് വിത്ത് ഡിയോണൈസ്ഡ് വാട്ടർ. ഡ്രൈ ഇൻ ഇൻവേർട്ടഡ് പൊസിഷൻ. ഇൻവേർട്ടഡ് പൊസിഷനിൽ ഡ്രൈ ചെയ്താൽ അല്ലെങ്കിൽ അതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ്സ് വെള്ള പാടുകൾ വരും വെള്ളം നിൽക്കുന്നതിന്റെ. അപ്പൊ അത് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചാൽ ആ ഒരു പാടുകളും വരില്ല. അവോയ്ഡ് സ്ട്രോങ് ആസിഡ് ഓർ ഓൺ ന്യൂ വോളിമെട്രിക് ഗ്ലാസ് ആസ് ദേ ക്യാൻ ഡാമേജ് കാലിബ്രേഷൻ മാർക്ക്. ചില സമയത്ത് നമ്മൾ ഒരു ആസിഡ് ട്രീറ്റ്മെന്റ് ഇത് അവസാനം വാഷ് ചെയ്തൊക്കെ വരുമ്പോൾ ഈ ഡിറ്റർജന്റിന്റെ കണ്ടന്റ് വരാതിരിക്കാൻ നമ്മൾ ഒരു ആസിഡ് ട്രീറ്റ്മെന്റ് മൈൽഡ് ആസിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷണൽ ആണ്. ആ സമയത്ത് ഇതിനകത്ത് ചിലപ്പോ മാർക്കിംഗ് ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു കാലിബ്രേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. 100 ml ഒരു മെഷറിംഗ് സിലിണ്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ വോളിമെട്രിക് ഫ്ലാസ്ക് ആണെങ്കിൽ അതിനൊരു മാർക്ക് ഉണ്ടാവും. അപ്പൊ സ്ട്രോങ് ആസിഡ്സ് യൂസ് ചെയ്താൽ ഈ മാർക്കിംഗ് മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ആ പർപ്പസിന് മെഷറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാത്ത ഒരു ഇഷ്യൂ വരും. അപ്പൊ സ്ട്രോങ് ആസിഡ്സ് യൂസ് ചെയ്യരുത്. 5% ആസിഡ് HCl വെച്ചിട്ട് ചില കേസുകളിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇനി ഓൾഡ് ഗ്ലാസ് വെയർസ് ആണെങ്കിൽ അതിൽ കെമിക്കൽ റെസിഡ്യൂസ് ഉണ്ടാവാം, സ്റ്റെയിൻ ഉണ്ടാവാം, മൈക്രോബിയൽ കണ്ടാമിനൻസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ നമ്മൾ വേറെ നന്നായിട്ട് ഇത് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഫ്ലാസ്കുകളിലെല്ലാം നമ്മൾ വെള്ളം നിറച്ച് വെക്കും. ഒരു മെഷറിംഗ് സിലിണ്ടർ ആയിക്കോട്ടെ, ബീക്കർ ആയിക്കോട്ടെ, ഫ്ലാസ്കുകളായിക്കോട്ടെ, നമ്മൾ ഒരു ഏജിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം നിറച്ച് വെക്കും. വെള്ളം നിറച്ച് വെക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ കെമിക്കൽ റെസിഡ്യൂ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. സോ ഇമ്മീഡിയറ്റ് റിൻസിങ് ചെയ്യാം. അതിനേക്കാൾ നല്ല നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്ന പരിപാടിയാണ് ചെയ്യാറ്. അപ്പൊ അതിനകത്ത് ആ കെമിക്കൽ പോകും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. റിൻസ് യൂസ്ഡ് ഗ്ലാസ് വിത്ത് ടാപ്പ് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് ടു പ്രിവെന്റ് റെസിഡ്യൂ ഫ്രം ഡ്രൈയിങ്. അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് റിൻസ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ പ്രോപ്പർ വാഷിംഗ് വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. ദെൻ ഡിറ്റർജന്റ് വാഷിംഗ്. സോക്ക് ഇൻ വാം ഡിറ്റർജന്റ് സൊല്യൂഷൻ ഫോർ 10 to 15 minutes. യൂസ് എ സോഫ്റ്റ് ബ്രഷ് ടു സ്ക്രബ് if necessary. അതിനുശേഷം നമ്മൾ ഡിറ്റർജന്റിൽ വാഷ് ചെയ്യും. ദെൻ മൾട്ടിപ്പിൾ റിൻസ് ഇൻ വാട്ടർ. അതിനുശേഷം ഈ ഡിറ്റർജന്റ് പോകാൻ വേണ്ടി മൾട്ടിപ്പിൾ റിൻസ് ഒരുപാട് തവണ റിൻസ് ചെയ്യണം വാട്ടറിൽ. എന്നിട്ട് thoroughly റിൻസ് ടു ഡിസ്റ്റിൽഡ് വാട്ടർ, ദെൻ ഡിയോണൈസ്ഡ് വാട്ടർ. കെമിക്കൽ എക്സ്പെരിമെന്റ്സിലാണെങ്കിൽ അയോൺസിന്റെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ അയോൺസിന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഡിയോണൈസ്ഡ് വാട്ടർ വെച്ചിട്ട് ഒന്ന് റിൻസ് ചെയ്യുമ്പോൾ അത് ഇനർട്ട് വാട്ടർ ആണ്. ആക്ച്വലി ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അതിനകത്ത് വരുന്നത് ഈ മൈക്രോബ്സിന്റെ ഇതില്ലാതിരിക്കുന്നുള്ളൂ. ഡിയോണൈസ്ഡ് വാട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് ഇനർട്ട് ആയിട്ടുള്ള വാട്ടർ വരുന്നത്.
ദെൻ എയർ ഡ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് അതിനെ ഡ്രൈ ആക്കാം. പിന്നെ സ്പെഷ്യൽ ക്ലീനിങ് ഫോർ സ്പെസിഫിക് കണ്ടാമിനൻസ്, അതിന് യൂസ് ചെയ്യുന്നത് ഗ്രീസ് ഓയിൽ റിമൂവ് ചെയ്യാൻ നമുക്ക് എത്തനോളോ അസറ്റോണോ വെച്ച് വാഷ് ചെയ്ത് വാഷ് വിത്ത് ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് എത്തനോൾ ഓർ അസറ്റോൺ. സോപ്പിൽ പോകുന്നില്ല, സോപ്പിൽ വാഷ് ചെയ്തിട്ട് പോകുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഈ ബീക്കറിനകത്തെല്ലാം മെഷീൻ ഫിൽറ്ററിനകത്തെല്ലാം കൈയിട്ടൊന്നും കഴുകൽ നമുക്ക് നടക്കില്ല. ബ്രഷിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ സമയത്ത് ഗ്രീസ് ഓയിൽ റിമൂവ് ചെയ്യാൻ നമുക്ക് എത്തനോൾ ഓർ അസറ്റോൺ യൂസ് ചെയ്യാം. അസിഡിക് റെസിഡ്യൂസ് റിമൂവ് ചെയ്യാൻ നമുക്ക് സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ അതിനവിടെ അസിഡിക് റെസിഡ്യൂസ് ആണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ ആൽക്കലൈൻ റെസിഡ്യൂ, ഈ ബോറോസിലിക്കേറ്റ് എല്ലാം നമുക്ക് ബേസിക് ആയിട്ട് ഒരു ആൽക്കലൈൻ നേച്ചർ വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ വാഷ് ചെയ്യാറുണ്ട്, റിൻസ് ചെയ്യാറുണ്ട്. ആ ഒരു ആൽക്കലൈൻ റെസിഡ്യൂ ആയിട്ടുള്ള ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതുകൂടി ആ ഗ്ലാസിന്റെ ആ സർഫസിലുള്ള അതുകൂടി കളയാൻ വേണ്ടി നമ്മൾ HCl വെച്ച് ട്രീറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ സോഡിയം ബൈകാർബണേറ്റുള്ള ആസിഡ്സ് ആണെങ്കിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതിനെ നള്ളിഫൈ ചെയ്ത് പോകും, എന്നിട്ട് നമുക്കത് വാഷ് ചെയ്യാം. പിന്നെ സ്റ്റെയിന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സോക്ക് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ, വെരി കൊറോസീവ് ആയിട്ടുള്ള സാധനമാണ് ക്രോമിക് ആസിഡ്. അപ്പൊ ക്രോമിക് ആസിഡിൽ ഭയങ്കര സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രോമിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോട്ടീൻ കണ്ടാമിനന്റ്, ലാബിലെ യൂസ് ഒക്കെ ചെയ്ത് പ്രോട്ടീൻ, അതായത് നമ്മുടെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ആ പ്രോട്ടീൻ കണ്ടാമിനന്റിൽ വരികയാണെങ്കിൽ എൻസൈം ഡിറ്റർജൻസ് ഓർ സോക്ക് ഇൻ 10% ബ്ലീച്ച് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റ്. അതുകൊണ്ടാണ് ഹൈപ്പോക്ലോറൈറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ എല്ലാം റിമൂവ് ചെയ്യും, അതിനകത്ത് ഓർഗാൻസിനെല്ലാം കില്ല് ചെയ്യും. അതുകൊണ്ടാണ് ഹൈപ്പോക്ലോറൈറ്റ് ലാബിൽ വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. യൂസ് എൻസൈം ഡിറ്റർജന്റ് അല്ലെങ്കിൽ പ്രോട്ടിയേസ് എൻസൈംസ് വരുന്ന ഡിറ്റർജൻസ്. ലാബിനായിട്ട് ലാബ് ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നതെല്ലാം ചിലപ്പോൾ ഈ പ്രോട്ടീസ് എൻസൈംസ് വരുന്നതായിരിക്കും. അത് യൂസ് ചെയ്താലും നമ്മുടെ ബയോളജിക്കൽ മെറ്റീരിയൽ പ്രോട്ടീൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ മൈക്രോബിയൽ കണ്ടാമിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോക്ലേവ് ഓർ സോക്ക് ഇൻ 70% എത്തനോൾ. 70% എത്തനോൾ വെച്ച് ചെയ്യാം. പിന്നെ അതേപോലെ ഓട്ടോക്ലേവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഹോട്ട് എയർ ഓവനിൽ വെച്ച് എടുക്കുമ്പോഴും അത് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ ഇനി ഗ്ലാസ് വെയർസിന്റെ പ്രിക്കോഷൻസ് ആണ്. ക്ലീനിങ് സമയത്ത് ആൾവേസ് വിയർ ഗ്ലൗസ് ആൻഡ് സേഫ്റ്റി ഗോഗിൾസ്. ഗ്ലാസ് വെയർസിലെല്ലാം കെമിക്കൽസ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴുകുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിലാവുമ്പോൾ അപ്പൊ ഗ്ലൗസ് യൂസ് ചെയ്യണം, സേഫ്റ്റി ഗോഗിൾസ് മുഖത്തേക്കൊന്നും തെറിക്കാതിരിക്കാൻ ഫേസ് ഷീൽഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ണിലേക്ക് തെറിക്കാതിരിക്കാൻ സേഫ്റ്റി ഗോഗിൾസ് യൂസ് ചെയ്യാം. യൂസ് സോഫ്റ്റ് ബ്രഷസ് ടു പ്രിവെന്റ് സ്ക്രാച്ചസ്. ഈ ഗ്ലാസ് വെയറിൽ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ഡൈസോ സ്റ്റെയിൻസ് ഒക്കെ അതിൽ കളർ പിടിച്ചിരിക്കും, അത് വാഷ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ യൂസ് സോഫ്റ്റ് ബ്രഷസ്. അവോയ്ഡ് ഹാർഷ് അബ്രസീവ്സ് ടു ഡാമേജ് ഗ്ലാസ് സർഫസ്. ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നല്ല ഓയിലി ആയിട്ടുള്ള ഈ നമ്മുടെ വീട്ടിലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ കത്തിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് മണലിട്ടിട്ട് അല്ലെങ്കിൽ മണ്ണിട്ടിട്ടൊക്കെ വലിയ കണ്ടെയ്നർ ഓയിലായിട്ടൊക്കെ ആണെങ്കിൽ മണ്ണിട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് മണ്ണല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് കഴുകുക. അല്ലെങ്കിൽ നമ്മൾ മണൽ യൂസ് ചെയ്ത് കഴുകാറുണ്ട്. നമ്മൾ കോമൺ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ല ഓയില് പിടിച്ച സാധനങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഹാർഷ് അബ്രസീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഹീറ്റ് ഓട്ടോക്ലേവ് ഗ്ലാസർ വിത്ത് റെസിഡൽ ഡിറ്റർജന്റ്. ഡിറ്റർജന്റ് വെച്ചിട്ട് ഓട്ടോക്ലേവ് ചെയ്യരുത്. ഗ്ലാസ് വെച്ചെല്ലാം ഡിറ്റർജന്റ് വെച്ച് ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ ആ ഡിറ്റർജൻസ് അല്ലെങ്കിൽ റെസിഡൽ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ആ ഗ്ലാസിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സ്റ്റോർ ക്ലീൻ ഗ്ലാസസ് ഇൻവേർട്ടഡ് ഓർ കവേർഡ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ. അപ്പോ ഇത് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇത് ഇൻവേർട്ടഡ് ആയിട്ട് തലകീഴായിട്ട് ഇപ്പൊ ഓപ്പൺ ഉണ്ട് തലകീഴായിട്ട് ഇപ്പൊ നമുക്കൊരു മെഷീൻ ക്രോണിക്കൽ ഫ്ലാസ്ക് മെഷീൻ ഫിൽറ്റർ ഇതെല്ലാം വെക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. പക്ഷെ മെഷീൻ ബീക്കേഴ്സ് ഒക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ തലകീഴായി വെച്ച് ഡ്രൈ ചെയ്യാം. ക്രോണിക്കൽ ഫ്ലാസ്ക് നമുക്ക് തലകീഴായി വെക്കാം, പക്ഷെ അതൊന്ന് തട്ടി വീഴാതിരിക്കാൻ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്ത് തലകീഴായി വെച്ചിട്ടായിരിക്കും ഡ്രൈ ചെയ്യേണ്ടതും സ്റ്റോർ ചെയ്യേണ്ടതും. ഇൻവേർട്ടഡ് പൊസിഷനിലായിരിക്കണം. അപ്പൊ ഇത്രയാണ് ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ് ഉള്ളത്. അപ്പൊ ന്യൂ ഗ്ലാസ് വെയർസ് ആണെങ്കിൽ നമുക്ക് ആസിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതെല്ലാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. എന്നാൽ പോലും നമുക്ക് ന്യൂലി ഗ്ലാസ് വെയർസ് ഒരു 5% ഡിറ്റർജന്റ് സൊല്യൂഷനിൽ അതിനകത്ത് ഡസ്റ്റും അതൊക്കെ കഴുകാനാണ് ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ബോറോസിലിക്കേറ്റോ അല്ലെങ്കിൽ അതിൽ ഡിറ്റർജന്റോ റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരു 5% ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ സ്റ്റെയിൻസ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക്
ഓൾഡ് ഗ്ലാസ് ആണെങ്കിൽ അത് ഡിറ്റർജന്റ് വാഷ് ചെയ്ത് വാട്ടറിൽ നന്നായി റിൻസ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഡിയനൈസ്ഡ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഡ്രൈ ചെയ്യാം. പിന്നെ സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോമിക് ആസിഡ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. ഇത്രയാണ് ക്ലീനിങ് ഓഫ് ഗ്ലാസ് വരുന്നത്.